എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ ശനിയാഴ്ച നടന്നിട്ടുണ്ടായിരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കണക്ക് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും ആണ് കേട്ടോ. ഒട്ടും സമയം കളയണ്ട, ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു സമാന്തര ശ്രേണിയുടെ 15-ാം പദം 35 35-ാം പദം 15. അപ്പോൾ നോക്കിക്കേ, 1 2 3 അങ്ങനെയാണ് നമ്മളുടെ പദങ്ങളെല്ലാം പോകുന്നത് അല്ലേ. ഇനി 15-ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ A15 നമുക്ക് വിളിക്കാലോ. അതിനെ A15 നമുക്ക് തന്നിട്ടുണ്ട് 35. പിന്നെ A16 ഉണ്ട്, A17 ഉണ്ട്, അങ്ങനെ A35 എന്ന് പറയുന്ന പദം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 15. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള പൊതുവ്യത്യാസം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യാതെ തന്നെ നമുക്ക് ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. എന്തുകൊണ്ടാണെന്നല്ലേ, നോക്കിക്കേ, ഇവിടെ 35. നമ്മൾ അങ്ങോട്ട് പോകുന്നതോറും എന്താ ചെയ്യുന്നേ? നമ്മൾ പൊതുവ്യത്യാസം കൂട്ടി പോവല്ലേ ചെയ്യുക. പക്ഷെ ഇവിടെ 35 കുറഞ്ഞ് 15 ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇവിടെ ഓരോ നമ്പർ കുറയ്ക്കുകയാണ് ചെയ്യുക, കൂട്ടുമല്ല ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ പൊതുവ്യത്യാസം എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. കാര്യം മനസ്സിലായോ? 35-ൽ നിന്ന് നമ്മൾ കുറച്ച് പോയാലല്ലേ നമുക്ക് 15 കിട്ടുള്ളൂ. 35-ൽ നിന്നും കുറച്ച് 15 കിട്ടണമെങ്കിൽ പൊതുവ്യത്യാസം മൈനസ് ആയിരിക്കണം. കാരണം നമ്മൾ ഓരോ ടേമിനെയും കൂട്ടിയാ പോവുക. അപ്പൊ ആദ്യത്തെ ടേം 2, രണ്ടാമത്തെ ടേം 4, മൂന്നാമത്തെ ടേം 6. അപ്പൊ നമ്മൾ എന്ത് പറയും? +2 ചെയ്തു. അടുത്തതിൽ നമ്മൾ വീണ്ടും +2 ചെയ്തു. എപ്പോഴും പൊതുവ്യത്യാസം കൂട്ടിയാണ് പോവുക. നേരെ മറിച്ച് എനിക്കിവിടെ 6, പിന്നെ അത് കഴിഞ്ഞ് 4, അത് കഴിഞ്ഞ് 2, ഇങ്ങനെയാണ് പോകുന്നതെങ്കിലോ 6ന്റെ കൂടെ -2 ചെയ്താൽ 4, 4ന്റെ കൂടെ -2 ചെയ്താൽ 2. മനസ്സിലായോ? അപ്പൊ ഇതുപോലെ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സംഖ്യ വലുതും അവസാനം തന്നിരിക്കുന്നത് ചെറുതും ആണെങ്കിൽ പൊതുവ്യത്യാസം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കിക്കേ. നമുക്ക് നെഗറ്റീവ് ആയിട്ട് അവിടെ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, -1. കണ്ടോ? അപ്പൊ നമ്മുടെ ഉത്തരം ഏതായിരിക്കും? -1 തന്നെ ആയിരിക്കും. മനസ്സിലായോ? നമുക്ക് ഓപ്ഷൻ -1 എന്ന് മാർക്ക് ചെയ്യാമായിരുന്നു. ഇനി അല്ലാതെ ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റുക? നോക്കിയേ, 15-ാമത്തെ ടേം 35-ഉം 35-ാമത്തെ ടേം 15-ഉം ഇങ്ങനെ സെയിം നമ്പറുകളെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് തന്നേക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ 15-ാമത്തെ 35 35-ാമത്തെ 15 ആണെങ്കിൽ ഒരു സംശയവും വേണ്ട, -1 ആയിരിക്കും നമ്മുടെ പൊതുവ്യത്യാസം. ഒന്ന് വീതം കുറച്ച് പോയാലേ നമുക്ക് ഇതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും നേരെ തലതിരിഞ്ഞ നമ്പേഴ്സ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി ഇതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു തരാം. നമുക്ക് എല്ലാ കേസിലും ഇങ്ങനെ ഒന്നും ആലോചിച്ച് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ നോക്കിക്കേ, A15 35 ആണെന്ന് തന്നിട്ടുണ്ട്. ഞാൻ അതിനെ ഒന്നാമത്തെ ടേം ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. A1 ഞാൻ എത്രയായിട്ട് എടുത്തു? 35 ആയിട്ട് എടുത്തു. ഇനി A35 എനിക്ക് 15 എന്ന് തന്നിട്ടുണ്ട്. 15-ാമത്തെ ടേമിനെ ഞാൻ 1 എന്ന് വിളിച്ചാൽ 35-ാമത്തെ ടേം എത്രയായിരിക്കും? 15 10 25, 25 10 35. അപ്പൊ നിങ്ങൾ പറയും 20 മിസ്സേ. പക്ഷെ 20 അല്ല, 21 ആയിരിക്കും കേട്ടോ. A21 15. എന്തുകൊണ്ടാ? 15 കഴിഞ്ഞിട്ട് 20 വരെ എത്ര ടേം ഉണ്ട്? 15, 16, 17, 18, 19, 20. കണ്ടോ? 6 ടേം അവിടെ വരുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുക ഇതുപോലെ 10, 20 ടേമേ ഉള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. 15-ന് ശേഷം 5 ടേമേ ഉള്ളൂ. 15-ഉം കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ 15, 16, 17, 18, 19, 20. കണ്ടോ? 6 ടേം അവിടെ വരുന്നുണ്ട്. പിന്നെ 20-ൽ നിന്ന് 30 ആവാൻ വീണ്ടും ഒരു 10 ടേം, 30-ൽ നിന്നും 5 ആവാൻ വീണ്ടും ഒരു 5 ടേം. അപ്പൊ മൊത്തം എത്ര വന്നു? 6 + 10 + 5 21 ടേമുകൾ അവിടെ ഉണ്ട്. തെറ്റിക്കരുത് കേട്ടോ. 15 ഉണ്ടെങ്കിൽ മൊത്തം 21 ടേംസ് അവിടെ വരും. ഓക്കെ, അപ്പൊ 21 ടേംസ് എന്ന് കിട്ടി. അപ്പൊ ഒന്നാമത്തെ ടേം 35 ആണെങ്കിൽ 21-ാമത്തെ ടേം എത്രയാണ്? 15 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ A21 കണ്ടാൽ മതി അല്ലേ. A21 കാണാൻ എന്താ ചെയ്യണ്ടേ? A21 = A + n-1 × D. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. A എന്ന് പറയുന്നത് ഒന്നാമത്തെ ടേം 35, n എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ n കേട്ടോ, 21. B നമുക്കറിയില്ല. ഇത് സോൾവ് ചെയ്താൽ എന്ത് ചെയ്യാം? വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഇങ്ങോട്ട് എഴുതുവാണേ. A21 എത്രയാണ്? 15. അപ്പൊ 15 = എയുടെ വാല്യൂ 35 പ്ലസ്
n ഇവിടെ എത്രയാണ് 21. അവസാനത്തെ നമ്പറാണ് n എന്ന് പറയുന്നത്. ഇവിടെ എത്ര പേരേ ഉള്ളൂ? 21 പേരേ ഉള്ളൂ. അപ്പൊ 21-ൽ നിന്ന് 1 കുറച്ചാൽ 20 d എന്ന് എഴുതി. 35-നെ ഇങ്ങോട്ട് കൊണ്ടുവരാമല്ലോ. അപ്പൊ എത്ര വരും? 15 മൈനസ് 35 ഈസ് ഈക്വൽ ടു 20 d എന്ന് കിട്ടി. 35-ൽ നിന്നും 15 കുറച്ചാൽ 20. ഇനി വലിയ സംഖ്യയുടെ സൈൻ ഇട്ട് കൊടുക്കണം. ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്. 35-ല്ലേ വലുത്, അപ്പൊ നമ്മുടെ ഉത്തരം മൈനസ് ആയിരിക്കും. മൈനസ് 20 ഈസ് ഈക്വൽ ടു 20 d എന്ന് കിട്ടി. അപ്പൊ ഡിയുടെ വില എത്ര വന്നു? 20/20 മൈനസ് 20/20 ചെയ്യുക, വെട്ടിപ്പോവും. ഉത്തരം എത്ര വന്നു? -1 എന്ന് കിട്ടി. ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പൊതുവ്യത്യാസം എത്രയാണ്? -1. കണ്ടോ? 3 രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ആലോചിച്ച് ചെയ്യാം കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം അതിൻ്റെ ഓപ്ഷൻ നോക്കണം. ഓപ്ഷനിൽ എന്തെങ്കിലും ക്ലൂ ഉണ്ടോ എന്ന് നോക്കുക. കുറഞ്ഞാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പൊതുവ്യത്യാസം നെഗറ്റീവ് ആയിരിക്കും. ഓപ്ഷനിൽ നെഗറ്റീവായ പൊതുവ്യത്യാസം ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ അങ്ങ് മാർക്ക് ചെയ്യുക. ഇനി ഒന്നിലധികം പൊതുവ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കി ഉത്തരം കണ്ടുപിടിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരേ നമ്പറാണ് മാറുന്നത്. 15-ാമത്തെ ആള് 35 ആണ്, 35-ാമത്തെ ആള് 15 ആണെങ്കിൽ അവിടെ എന്തേ വരുള്ളൂ? -1 വരുള്ളൂ കേട്ടോ. അത് അങ്ങനെ വരാറുള്ളൂ. ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അത് തന്നെ ആൻസറും കിട്ടി. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. എയുടെ 30% ബിയുടെ 20% ആയാൽ എയുടെ ഇന്ത്യയൊക്കെ വന്നാൽ എന്ത് ചെയ്യണം? ഗുണിക്കണം. അപ്പൊ എയുടെ 30% എന്ന് പറയുന്നത് ബിയുടെ എത്ര ശതമാനമാണ്? 20%. അങ്ങനെയാണെങ്കിൽ a പ്ലസ് ബി ഈസ് ടു ബി മൈനസ് എ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം നമുക്കിത് സോൾവ് ചെയ്യാലോ. ഈ 0-ഉം ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു. ഈ 0-യും വെട്ടിക്കളഞ്ഞു. ഈ 10-നെ ഇങ്ങോട്ട് വിടാലോ. 10 അങ്ങോട്ട് പോകുമ്പോൾ ഗുണം 10 ആയിട്ട് പോവും. മുകളിലും താഴെ ഒരേ സംഖ്യ വന്നാൽ വെട്ടിക്കളയാം. ഇവിടെ നിന്ന് തന്നെ വെട്ടാനുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ ചില കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല അങ്ങനെ എങ്ങനെയാ വെട്ടിയെന്ന്. അതുകൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പം എ ഞാൻ ഇവിടെ തന്നെ നിർത്തി. ബൈ ബിനെ ഇങ്ങോട്ട് വിട്ടു. a/b ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു 2 ഉണ്ട്, ഡിവൈഡഡ് ബൈ ഈ 3-നെ താഴോട്ട് വിട്ടു. കണ്ടോ? എയെ ഇവിടെ നിർത്തി, ബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. 2-നെ അവിടെ തന്നെ നിർത്തി, 3-നെ അങ്ങോട്ട് കൊണ്ടുപോയി. ഇത്രയേ ഉള്ളൂ കേട്ടോ. കിട്ടുന്ന പക്ഷം എയുടെ വില 2 എന്ന് എടുക്കുക, ബിയുടെ വില 3 എന്ന് എടുക്കുക. മനസ്സിലായോ? a/b ഈസ് ഈക്വൽ ടു 2/3 എന്നാണ് കിട്ടുന്നതെങ്കിൽ എയുടെ വില എത്ര എടുക്കണം? 2 എന്ന് എടുക്കുക. ബിയുടെ വില എത്ര എടുക്കുക? 3 എന്ന് എടുക്കുക. ഇത് ഇതിനകത്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പൊ 2 പ്ലസ് 3 ഈസ് 2. ബിയുടെ വില എത്രയാണ്? 3 മൈനസ് എയുടെ വില 2. 2 3 5. 3-ൽ നിന്ന് 2 പോയാൽ 1. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു? 5:1 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പോൾ a/b ഈസ് ഈക്വൽ ടു 2/3 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എയുടെ വില 2 എന്ന് എടുക്കുക, ബിയുടെ വില 3. നേരെ കിടക്കുന്നവരെ അവരുടെ വാല്യൂസ് ആയിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി കാരണം ഇവിടെ ഓൾറെഡി എക്സ് ഉണ്ട്, നമ്മൾ ഓരോ റേഷ്യോ എങ്ങനെയാണ് എടുക്കുന്നത്? a:b നമ്മൾ 2:3 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എയുടെ വില നമ്മൾ 2x എന്ന് എടുക്കും, ബിയുടെ വില നമ്മൾ 3x എന്ന് എടുക്കും അല്ലേ? ഇനി 2x/3x എന്ന് പറഞ്ഞാൽ എന്താ? x വെട്ടിപ്പോവും. 2/3 എന്ന് തന്നെയാണ് കിട്ടുക. അപ്പം നമ്മൾ എയുടെ വില 2 എന്ന് എടുത്തു, ബിയുടെ വില 3 എന്ന് എടുത്തു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ആൻസർ എത്രയാണ്? 5:1. മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്ത ചോദ്യം. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. വളരെ സിമ്പിൾ ആയൊരു ചോദ്യമായിരുന്നു അല്ലേ? ഒന്നാമത്തെ ഓപ്ഷൻ 391, രണ്ടാമത്തത് 361, മൂന്നാമത്തത് 225 ആൻഡ് ഫൈനലി 625. ഈ സംഖ്യകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? സ്ക്വയറുകളാണ്, വർഗങ്ങളാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വർഗങ്ങൾ പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞത്. 625 ഏതിന്റെ വർഗമാണ്? 25-ന്റെ വർഗമാണ്. ഈ 625 എന്നുള്ള വാല്യൂ അങ്ങ് പഠിച്ചു വെച്ചോണം കേട്ടോ. 625 25-ന്റെ വർഗമാണ്. മിക്കവാറും നമുക്ക് കണക്കിന്റെ കാൽക്കുലേഷനിൽ ആവശ്യമുള്ളൊരു വാല്യൂ ആണ് അത്. ഇപ്പൊ 25-ന്റെ വർഗം എത്രയാണ്? 625. ഇനി 225 നമുക്കറിയാം 15-ന്റെ വർഗമാണ് അല്ലേ? 5-ൽ അവസാനിക്കുന്ന ഏതൊരു സംഖ്യയുടെയും വർഗങ്ങൾ എങ്ങനെ കാണാം? 5-ന്റെ സ്ക്വയർ എടുക്കുക, 25. ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യയെ തൊട്ടടുത്ത സംഖ്യയുമായി ഗുണിക്കുക. 2 ഗുണം 1 2. കണ്ടോ? 225. ഇതിനെ അങ്ങനെ തന്നെ ചെയ്യാം. 5 ഗുണം 5 25. 2-നെ 3-മായിട്ട് ഗുണിക്കുക, തൊട്ടടുത്ത സംഖ്യ. 3 ഗുണം 2 6. കണ്ടോ? 625 എന്ന് കിട്ടി.
ഓക്കെ. ഇനി 361 എന്ന് പറയുന്നത് 19ന്റെ വർഗമാണ്. 391 ഒന്നിൻ്റെയും വർഗമല്ല. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ്? 391 ആണ് കേട്ടോ, 391. ഓക്കെ. അടുത്ത ചോദ്യം, 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മിനിറ്റ് സൂചിയുടെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മിനിറ്റ് സൂചി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ എന്താണ് മണിക്കൂർ സൂചി എന്ന് പറയുന്നത് ഓരോ മണിക്കൂറിലാണ് 5 മിനിറ്റ് കവർ ചെയ്യുന്നത്. അതേസമയം നമ്മളുടെ മിനിറ്റ് സൂചി ഓരോ മിനിറ്റിലും അനങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ എന്താ പഠിച്ചേ? 5 മിനിറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് അല്ലേ? നമ്മുടെ ക്ലോക്ക് വരച്ചു കഴിഞ്ഞാൽ ക്ലോക്കിൽ നമുക്കറിയാം ഒരു ചെറിയ സൂചിയുണ്ട്, ഒരു നീളമുള്ള സൂചിയുണ്ട്. അപ്പം നീളമുള്ള സൂചി 1 നിന്നും 2 എത്തണമെങ്കിൽ എത്ര നേരം കറങ്ങണം? 5 തവണ കറങ്ങണം. അപ്പം ഈ 5 തവണ കറങ്ങിയാൽ അത് എത്ര മിനിറ്റ് ആവും? 5 മിനിറ്റ് ആവും. അപ്പോൾ ഓരോ 2 നമ്പറിൻ്റെയും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. സോ 30 ഡിഗ്രി കവർ ചെയ്യാൻ അത് എത്ര തവണ അനങ്ങണം? 5 തവണ അനങ്ങണം. 5 മിനിറ്റ് ആവുമ്പോഴല്ലേ അത് 1 നിന്നും 2 എത്തുള്ളൂ. സോ 5 മിനിറ്റ് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 40 മിനിറ്റ് 5നെ 40 ആക്കാൻ എന്ത് ചെയ്യണം? 8 ഗുണിക്കുക. അപ്പം 8 ഗുണം 5 40. ഇവിടെ 8 ഗുണിച്ചാൽ ഇവിടെയും എന്ത് ചെയ്യണം? 8 ഗുണിക്കുക. അപ്പം 8 ഗുണം 3 24. ഒരു 0 ഉണ്ട് കേട്ടോ. 240 ഡിഗ്രിയാണ് നമ്മളുടെ ഉത്തരം. കണ്ടോ? അപ്പോൾ 5നെ 40 ആക്കാൻ 8 ഗുണിക്കുക, 30നെ അപ്പം നമ്മൾ 8 ഗുണിക്കണം. 2 സൈഡിലും ഒരേ രീതിയിലേ ഗുണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ആൻസർ എത്ര കിട്ടി? 240 ഡിഗ്രി എന്ന് കിട്ടി. അടുത്ത ചോദ്യം, അടുത്ത നോക്കിക്കേ. ഒരു മിക്സഡ് ഫ്രാക്ഷൻ മിശ്ര ഭിന്ന സംഖ്യയെ കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം ആദ്യം ഫ്രണ്ടിൽ കിടക്കുന്ന സംഖ്യകളെ എല്ലാം കൂട്ടുക. 2 + 3 + 4. ഓക്കെ, കൂട്ടാനാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കണം. കൂട്ടാനായാലും കുറയ്ക്കാനായാലും പ്ലസ് തന്നെ ഇടുക കേട്ടോ. ഇനി ബ്രാക്കറ്റിനകത്ത് നമ്മുടെ ഫ്രാക്ഷൻസ് എഴുതി കൊടുത്തോ. 1/2 + 1/3 + 1/4. ഇനി ഇവരെ എല്ലാം കൂടെ കൂട്ടാലോ. 4 3 7, 7 2 9. ഓക്കെ, 9 എന്ന് കിട്ടി. ഇനി ബ്രാക്കറ്റിലുള്ളവരെല്ലാം എന്ത് ചെയ്യണം? 3 നമ്പേഴ്സ് വന്നാൽ ലസാഗു കാണുക. 4 3 2. 3 നമ്പേഴ്സിനെയും കൂടെ എൽസിയം കണ്ടുപിടിക്കാമല്ലോ. സോ 2 3 4. 2 വെച്ച് ഹരിച്ചോ 1. 3നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ തന്നെ എഴുതുക. 4നെ 2 ഹരിച്ചാൽ 2 എന്ന് കിട്ടി. ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 3നും 2നും കോമൺ ആയിട്ടൊന്നും ഇല്ല. ഇനി ഇതെല്ലാം കൂടെ ഗുണിച്ചാൽ ഉത്തരം കിട്ടും. 3 ഗുണം 2 6, 6 ഗുണം 2 12. അപ്പം നമ്മുടെ LCM എത്ര കിട്ടി? 12 എന്ന് കിട്ടി. ഇനി ഇവരെല്ലാം നമുക്ക് 12 ആക്കാമല്ലോ. ഇപ്പം 2 ഗുണം 6 ചെയ്താൽ 12. അപ്പം മുകളിലും 6 ഗുണിക്കുക. 3 ഗുണം 4 ചെയ്താൽ 12, മുകളിലും 4 ഗുണിക്കുക. 4 ഗുണം 3 ചെയ്താൽ 12, മുകളിലും 3 ഗുണിക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാം? 6 + 4 ഗുണം 1 4 + 3 ഗുണം 1 3 ബൈ താഴെ എല്ലായിടത്തും 12 തന്നെ കിട്ടും. അപ്പം നമുക്ക് കോമൺ ആയിട്ട് 12 എന്ന് എഴുതി കൊടുക്കാം. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ഭിന്നസംഖ്യകളെ കുറിച്ച് 2 ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, എൻ സ്ക്രീനിലും കൊടുക്കാം. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക. അതിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോയി കാണുക. ഓക്കെ, ഇനി നമുക്ക് കൂട്ടാലോ. 6 4 10, 10 3 13. അപ്പം എത്ര വന്നു? 9 + 13/12 എന്ന് കിട്ടി. ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അതായത് എപ്പോഴും നമ്മുടെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഭിന്നസംഖ്യയിൽ മുകളിൽ കിടക്കുന്ന സംഖ്യ താഴെ കിടക്കുന്ന സംഖ്യയെക്കാളും ചെറുതായിരിക്കണം. നമ്മുടെ നിയമമാണ് കേട്ടോ അത്. മുകളിൽ കിടക്കുന്ന സംഖ്യ താഴത്തെ സംഖ്യയെക്കാളും ചെറുതായിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? അല്ല. മുകളിൽ 13 വന്നിരിക്കുന്നത്, താഴെ 12 വന്നിരിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മിശ്ര ഭിന്ന സംഖ്യകൾ പഠിക്കുമ്പോൾ വൃത്തിയായിട്ട് ആ എക്സെപ്ഷൻ കേസുകൾ പഠിച്ചു വെക്കണം. PSC അതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പം അതെ 13നെ 12 ഹരിക്കുക. 13നെ 12 ഹരിക്കുക. അതല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്? 13നെ 12 ഹരിക്കുക. 12 ഗുണം 1 12 എന്ന് കിട്ടി. ശിഷ്ടം എത്ര വന്നു? 1 എന്ന് വന്നു. അപ്പം നമുക്ക് ഈ 13/12 എങ്ങനെ എഴുതാം? ഈ 9 + 13/12 എങ്ങനെ എഴുതാം? 9 +
13/12 നമ്മളിവിടെ ഹരിച്ചപ്പോൾ എങ്ങനെയാ വന്നേ? ആരെ വെച്ചാണോ ഹരിക്കുന്നത് അയാളെ താഴെ തന്നെ എഴുതുക. ഇവിടെ 12 വെച്ചാ ഹരിക്കുന്നത്, ഞാൻ 12നെ താഴെ തന്നെ എഴുതി. ഇനി മുകളിൽ വരുന്ന നമ്മുടെ ഹരണഫലത്തിനെ എന്ത് ചെയ്യണം? നമ്മുടെ കോഷ്യന്റിനെ കൊണ്ടുപോയിട്ട് സൈഡിൽ അങ്ങ് എഴുതി വെക്കുക. ഓക്കെ, മുകളിൽ വന്നിട്ടുള്ള കോഷ്യന്റിനെ എന്ത് ചെയ്യണം? സൈഡിൽ എഴുതുക. പിന്നെ നമ്മുടെ ശിഷ്ടം വന്നില്ലേ? ശിഷ്ടത്തിനെ എടുത്ത് മുകളിൽ എഴുതുക. കണ്ടോ? ആരെ വെച്ചാണോ ഹരിക്കുന്ന അയാളെ താഴെ തന്നെ എഴുതുക. താഴെ വന്ന ആളെ ശിഷ്ടത്തിനെ പിടിച്ച് മുകളിലിടുക, മേളിൽ കിടക്കുന്ന ആളെ പിടിച്ച് സൈഡിലിടുക. എല്ലാവരുടെയും സ്ഥാനം നമ്മൾ അങ്ങോട്ട് മാറ്റി എഴുതുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ കൂട്ടിയാൽ ഉത്തരമായി. അപ്പോൾ 9 1 കൂടെ കൂട്ടിക്കോ. 9 1 10. 10 1/12 ആണ് നമ്മളുടെ ഉത്തരം കേട്ടോ. 10 1/12 ആണ് നമ്മുടെ ആൻസർ വരിക. ഓപ്ഷനിലെ ആൻസർ കിടപ്പുണ്ട്, അതാണ് മാർക്ക് ചെയ്യേണ്ടത്, തെറ്റിക്കരുത്. ചില കുട്ടികൾ ഇതിനെയൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിക്കും. ഫൈനലി നമ്മൾ വീണ്ടും ഹരിച്ച് അതിനെ മിശ്രഭിന്ന സംഖ്യ ആക്കിയൊക്കെ എഴുതേണ്ടതായിട്ട് വരും. സോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ഈ രീതിയിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 10⁻3 ഗുണം 1000⁵5 എന്ന് പറയുന്നത് 10⁻x ആയാൽ എക്സിന്റെ വില കാണുക. അപ്പൊ നമുക്കൊന്ന് എഴുതാലോ. 100⁻3 ഗുണം 1000⁻5 എന്ന് പറയുന്നത് 10⁻x ആണ്. ഇങ്ങനെ കാണുമ്പോഴേ ഓർക്കണം, ഇവിടെ 10⁻, ഒരു സംഖ്യയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? 10⁻² ആക്കി എഴുതണം. എഴുതാലോ. അപ്പൊ അത് എഴുതാൻ വേണ്ടി ആദ്യം 100നെ 10ന്റെ ടേംസിൽ എഴുതുക. ഓക്കെ, 100നെ 10ന്റെ ടേംസിൽ എഴുതിയാൽ 10ന്റെ വർഗമാണ് 100 എന്ന് പറയുന്നത്. ശരിയല്ലേ? 10 ഗുണം 10 ആണ് 100 എന്ന് പറയുന്നത്. എത്ര 0 ഉണ്ടോ അത്രയും പവർ ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ 2 0 ഉണ്ടോ, ഞാൻ 2 എന്ന് എഴുതി കൊടുത്തു. ഇനി പുറത്ത് നമുക്കൊരു പവർ കിടപ്പുണ്ട്, അതേ നോക്കിക്കേ 3, അതിനെ അങ്ങനെ തന്നെ എഴുതി. ഗുണം ഇവിടെയാണെങ്കിലോ 10⁻, ഇവിടെ എത്ര 0? 3 0. അപ്പൊ എൻ്റെ പവർ എത്ര വരും? 3 എന്ന് വരും. കണ്ടോ? അപ്പൊ 10നെ 10⁻, എത്ര 0 ഉണ്ടോ അത്രയും നമ്പർ അങ്ങ് എഴുതി കൊടുക്കും. ഇവിടെ 3 0 വന്നു, ഞാൻ 3 എന്ന് എഴുതി. ഇവിടെ 2 0 വന്നു, ഞാൻ 2 എന്ന് എഴുതി. 10നെ അത്രയും തവണ ഗുണിച്ചാൽ മാത്രമേ നമുക്ക് ആ ഉത്തരം കിട്ടുള്ളൂ. ഇനി പുറത്ത് എന്ത് കിടപ്പുണ്ട്? ഒരു 5 കിടപ്പുണ്ട്, അത് അങ്ങനെ തന്നെ എഴുതുക കേട്ടോ. 10⁻x. ഇനി നമുക്ക് 2 10നെ ഒരുമിച്ചാക്കണം. അതിനെന്ത് ചെയ്യണം? പവറുകളെ തമ്മിൽ ഗുണിക്കുക. a⁻x × m ഇങ്ങനെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അവരെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗുണിച്ചെഴുതാം. നമ്മുടെ കൃത്യംഗങ്ങളിനകത്ത് വരുന്ന നിയമമാണ് കേട്ടോ. a⁻x പിന്നെ ബ്രാക്കറ്റ് തന്നിട്ട് m ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ a⁻x × m എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും? 10⁻, 3 ഗുണം 2 6 ഇൻറ്റു 10⁻, 5 ഗുണം 3 15. അത് എന്തിന് തുല്യമാണ്? 10⁻x തുല്യമാണ്. 15ഉം 6ഉം ഒരേ സാധനം, നമ്മുടെ ബേസ് സെയിം ആണെങ്കിൽ പവറുകളെ തമ്മിൽ എന്ത് ചെയ്യാം? കൂട്ടാം കേട്ടോ. 10⁻6 + 15 എന്ന് എഴുതി കൊടുക്കാം. ബേസ് 2 പേരുടെയും സെയിം ആണെങ്കിൽ അവരെ ഒരുമിച്ച് എഴുതാൻ എന്ത് ചെയ്താൽ മതി? ഒരു തവണ നമ്പർ എഴുതുക, പവറുകളെ തമ്മിൽ കൂട്ടുക. 15ഉം 6ഉം കൂടെ കൂട്ടിയാൽ എത്ര വരും? 21. അപ്പൊ ദേ 10⁻21 എന്ന് കിട്ടി. ആ 10⁻21 എന്തിന് തുല്യമാണ്? 10⁻x തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്രയാ? 21. കണ്ടോ? അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എത്ര വന്നു? 21 എന്ന് വന്നു. കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് എക്സ്പോണൻസിന്റെ ഫോം, നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചു വെക്കണം കേട്ടോ. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഗുണിക്കാം, അല്ലെങ്കിൽ എപ്പോൾ വന്നാൽ കൂട്ടാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തറവായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ തെറ്റാനുള്ള സാധ്യത കൂടും. ഓക്കെ, അപ്പൊ ആൻസർ എത്രയാണ്? 21. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു എണ്ണൽ സംഖ്യ അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങാണ്. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏത്? എണ്ണൽ സംഖ്യയാണ്. സംഖ്യയെ ഞാൻ എന്ത് വിളിച്ചു? എക്സ് എന്ന് വിളിച്ചു. ആ സംഖ്യ എന്തിന് തുല്യമാണ്? അതിന്റെ വ്യുൽക്രമത്തിന്റെ 16 മടങ്ങാണ്. ഒരു സംഖ്യയുടെ വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ റെസിപ്രോക്കൽ ആണ് അല്ലെ. ഇപ്പൊ എക്സിനെ നമുക്ക് 1/x എന്ന് എഴുതിയാൽ അതിന്റെ റെസിപ്രോക്കലായി വ്യുൽക്രമം കിട്ടി. അതിന്റെ 16 മടങ്ങാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എണ്ണൽ സംഖ്യ ആ സംഖ്യയുടെ റെസിപ്രോക്കലിന്റെ 16 മടങ്ങാണ്. കണ്ടോ? ഇനി എന്ത് ചെയ്താൽ മതി? എക്സിന്റെ വില കാണാം. ഈ എക്സിനെ ഇങ്ങോട്ട് വിട്ടു. എക്സ് ഗുണം എക്സ് എന്താവും? x² ആവും. x² എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. ഏത് സംഖ്യയുടെ വർഗമാണ് 16? 4ന്റെ വർഗമല്ലേ.
അപ്പം എക്സിൻ്റെ വില എത്ര കിട്ടി? 4 എന്ന് കിട്ടി. കണ്ടോ? സ്ക്വയർ കളയാൻ രണ്ട് സൈഡിലും വർഗ്ഗമൂലം എടുത്താൽ മതി കേട്ടോ. അപ്പം എന്ത് ചെയ്യും? വർഗവും വർഗ്ഗമൂലവും വെട്ടിപ്പോകും. അപ്പം നമുക്ക് എക്സിൻ്റെ വില കിട്ടി. എക്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16. 16ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 4 ആണ് അല്ലേ? 4ൻ്റെ വർഗ്ഗമാണ് 16. വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് സംഖ്യയുടെ വർഗ്ഗമാണ് ആ തന്നിരിക്കുന്ന നമ്പർ. അതാണ് നമ്മളോട് വർഗ്ഗമൂലം കാണാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മുടെ അടുത്ത ക്ലാസ് വർഗ്ഗവും വർഗ്ഗമൂലവും ആണ്. അപ്പം അതുകൊണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ അമർത്തുക കേട്ടോ. അപ്പോൾ ഉത്തരം എത്രയാണ്? 4 എന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്കിക്കേ. 6⁻15ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളൊരു ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ഒന്നല്ല 2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് യൂണിറ്റ് ഡിജിറ്റ് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ എല്ലാ സംഖ്യകളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് 6ൽ അവസാനിക്കുന്ന ഏത് സംഖ്യ വന്നാലും അതിൻ്റെ പവർ എത്രയായാലും നമ്മുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് തന്നെ ആയിരിക്കും? 6 തന്നെ ആയിരിക്കും. നോക്കിക്കേ, 6⁻1 എന്ന് പറഞ്ഞാൽ 6 തന്നെയാണ് അല്ലേ? 6⁻2 എന്ന് പറഞ്ഞാലോ 6 × 6 36 തന്നെ വന്നു. 6⁻3 എന്ന് പറഞ്ഞാലോ 6 × 6 × 6 6 36 അവസാനത്തെ സംഖ്യ 6 വന്നു. വീണ്ടും 6 × 6 നമുക്ക് വീണ്ടും അവസാനത്തെ സംഖ്യ എന്തേ വരുള്ളൂ? 36. 6 തന്നെ വരുള്ളൂ. അപ്പോൾ 6നെ നമ്മൾ എത്ര തവണ ഗുണിച്ചാലും ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എപ്പോഴും എന്തായിരിക്കും? 6 തന്നെ ആയിരിക്കും. കുറച്ച് സംഖ്യകളുണ്ട് കേട്ടോ അങ്ങനെ 1, 6. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അതിനെ എത്ര തവണ ഗുണിച്ചാലും നമുക്ക് അതേ സംഖ്യ തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പം ആൻസർ എത്ര വരും? 6 എന്ന് വന്നു. കണ്ടോ? വളരെ സിമ്പിളായൊരു ചോദ്യമായിരുന്നു കേട്ടോ. അടുത്ത ചോദ്യം നമ്മുടെ കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. ബോംബെ എന്നുള്ളതിൻ്റെ കോഡ് 52 ആണെങ്കിൽ ഡൽഹി എന്നുള്ളതിൻ്റെ കോഡ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നോക്കിക്കേ, ബിയുടെ വാല്യൂ എത്രയാ? 2 ആണ്. നമ്മൾ പഠിച്ചത് അല്ലേ? കോഡിംഗ് ഡീകോഡിങ്ങിൽ എല്ലാ ആൽഫബറ്റിൻ്റെയും വാല്യൂസ് ഒക്കെ നമ്മൾ കാണാതെ പഠിക്കുന്നുണ്ട്. ഓ, ഇജോട്ടിക്കകത്ത് വരുന്ന ആളാണ് ഓ എന്ന് പറയുന്നത്. അപ്പം നോക്കിക്കേ, ഇജോട്ടി എന്ന് പറഞ്ഞാൽ 5ാമത്തെ ആള് ഇ, 10ാമത്തെ ആള് ജെ, 15ാമത്തെ ആളാണ് ഒ, 20ാമത്തെ ആളാണ് ടി ആൻഡ് ഫൈനലി 25ാമത്തെ ആളാണ് വൈ. നമുക്ക് ഈ കോഡൊക്കെ അറിയാവുന്നതാണ് അല്ലേ? ഇപ്പോൾ ഓയുടെ വാല്യൂ എത്രയാണ്? 15. എമ്മിൻ്റെ വാല്യൂ എം മിഡിൽ ലെറ്റർ ആണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ? മിഡിൽ എന്ന് പറഞ്ഞാൽ 26 അക്ഷരങ്ങളാണ് ആകെ ഉള്ളത്. അതിൻ്റെ നേർപകുതി 13. ബിയുടെ വാല്യൂ 2, എയുടെ വാല്യൂ 1, വൈയുടെ വാല്യൂ എത്രയാ? 25. കണ്ടോ? ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ. 5 5 10, 10 5 15, 16 17, 1 18, ശിഷ്ടം 1. 1 2 3 4, 2 1 3, 3 1 4, 4 1 5. കണ്ടോ? 58 എന്നാണ് കിട്ടിയത്. പക്ഷെ നമ്മൾ ഉത്തരം എത്രയാ എഴുതിയേക്കുന്നേ? 52 എന്നാണ് എഴുതിയേക്കുന്നത്. എത്ര കുറഞ്ഞു? 6 കുറച്ചാണ് എഴുതിയേക്കുന്നത് അല്ലേ? -6 ചെയ്തിട്ടാണ് നമ്മുടെ ആൻസർ ഇവിടെ എഴുതിയേക്കുന്നത്. അതേപോലെ ഒന്ന് ഇതിനെ ഡീകോഡ് ചെയ്ത് നോക്കിക്കേ. ഡിയുടെ വാല്യൂ 4, ഇയുടെ വാല്യൂ എത്രയാണ്? 5 ആണ്. എല്ലിൻ്റെ വാല്യൂ 12 എന്നാ പറയുക. 12ലെ നമ്മൾ എൽ അല്ലേ പ്രൊനൗൺസ് ചെയ്യുന്നേ? അപ്പം എല്ലിൻ്റെ വാല്യൂ 12. എച്ചിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? 8 പോലെ എഴുതാം എച്ചിനെ. അപ്പം എച്ചിൻ്റെ വാല്യൂ 8. ഐനെ നമ്മൾ ഇങ്ങനെ എഴുതാം ഇംഗ്ലീഷിലല്ലേ? 9 പോലെ എഴുതുക. പൈയുടെ വാല്യൂ 9. എല്ലാം കൂടെ കൂട്ടിക്കോ. 5 4 9, 9 10 19, 19 2 21, 21 8 29, 29 9 38. കണ്ടോ? 58 എന്ന് കിട്ടിയപ്പോൾ നമ്മൾ 52 എന്ന് എഴുതിയേ. അപ്പോൾ 38 എന്ന് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 6 കുറച്ച് 32 എന്ന് എഴുതണം. അപ്പം നമ്മുടെ ഉത്തരം എത്രയാണ്? 32 ആണ് കേട്ടോ. 32. മനസ്സിലായോ? ഇത് ഇച്ചിരി ട്രിക്കി ചോദ്യമാണ്. കാരണം സാധാരണ കുട്ടികൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? 58 എന്നാണ് കിട്ടിയത്, പക്ഷെ ഇവിടെ 52 ആണല്ലോ. അപ്പോൾ വേറെ എന്തെങ്കിലും ലോജിക്ക് ആയിരിക്കും എന്നിങ്ങനെ ആലോചിച്ച് അവിടെ സമയം കളയും. അടുത്തത് ചെയ്ത് നോക്കാൻ മെനക്കെടില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് ട്രിക്കി ആയൊരു ചോദ്യം തന്നെയാണ്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം. 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ എത്ര? നമുക്കറിയാം, നമ്മുടെ സാധാരണ പലിശ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ നിക്ഷേപിച്ച തുകയും
പലിശ നിരക്കും വർഷവും കൂടെ 100 ഹരിക്കണം. എല്ലാത്തിനെയും കൂടെ ഗുണിക്കുക, 100 ഹരിക്കുക. അങ്ങനെയാണ് നമ്മൾ സാധാരണ പലിശ കണ്ടെത്തുക. ഇവിടെ നമ്മൾ നിക്ഷേപിച്ച തുക എത്രയാ? 6000 ആണ് കേട്ടോ. 6000 ഇൻറ്റു പലിശ നിരക്ക് എത്രയാണ്? 6%. 6 എന്ന് എഴുതിയാൽ മതി. ഗുണം ടൈം അല്ലെങ്കിൽ സമയം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും വർഷത്തിലാണ് പറയുക. പക്ഷെ ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? മാസത്തിലാണ് കേട്ടോ. അപ്പൊ 10 മാസം എന്ന് പറഞ്ഞാൽ 10നെ ഒരു വർഷത്തിൽ എത്ര മാസം? 12 മാസം. 12 ഹരിക്കണം. കണ്ടോ, നമ്മൾ മാസത്തിൽ തന്നാൽ അതിനെ 12 ഹരിക്കണം. ഇനി ദിവസത്തിലാ തന്നെങ്കിലോ 10 ദിവസം എന്നാണ് തരുന്നതെങ്കിലോ ഒരു വർഷത്തിൽ എത്ര ദിവസം? 365 ദിവസം. അപ്പൊ നമ്മൾ 10നെ 365 ഹരിക്കണം. കാര്യം മനസ്സിലായോ? എപ്പോഴും നമ്മുടെ ഉത്തരം എന്തിലായിരിക്കണം? വർഷത്തിലായിരിക്കണം. വർഷത്തിലല്ല തന്നിരിക്കുന്നതെങ്കിൽ ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം അത് വരുന്നുണ്ടെന്ന് നോക്കുക, ആ സംഖ്യയുമായിട്ട് ഹരിക്കുക. ഇനി ഡിവൈഡഡ് ബൈ, ഇവിടെ ഒരു 100 ഉണ്ടല്ലോ, 100 കൂടെ എഴുതി കൊടുക്കുക കേട്ടോ. ഇനി എന്ത് ചെയ്യാൻ പറ്റാലോ? ഈ 0 പോയി, ഈ 0 പോയി. 6 ഗുണം 1 6, 6 ഗുണം 2 12, 2 ഗുണം 1 2, 5 ഗുണം 2 10, 60 ഗുണം 5 എന്ന് കിട്ടി. 6 ഗുണം 5 എത്രയാ? 30. ഒരു 0 കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 300 എന്ന് കിട്ടി. സിമ്പിളായൊരു ചോദ്യമായിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഇതിനകത്ത് ചോദിച്ചിരുന്ന 10 ചോദ്യങ്ങളിൽ 9 ചോദ്യം വളരെ സിമ്പിൾ ആയിരുന്നു. ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. ഓപ്ഷൻസിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു. എന്നാൽ ഒരെണ്ണം കോഡിംഗ് ഡീകോഡിംഗ് മാത്രം ഞാനൊരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ടിൽ വെക്കുകയാണ്. കാരണം അത് കുഞ്ഞുങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു, അതുകൊണ്ട് മാത്രം. അപ്പൊ ഇതെല്ലാം തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് ചെയ്യും തോറും നമുക്ക്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചോദ്യ പേപ്പറുമായിട്ട് പരിചയപ്പെടാനും ഏത് രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാനും സഹായിക്കും. ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തോട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു പഠിക്കുക. മാത്സ് മാത്രമല്ല കേട്ടോ, എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ചെയ്തു പഠിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.